വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര സംഘടനയായ സാർക്ക് എന്ന് പറയുന്ന സംഘടനയെ കുറിച്ചാണ്. എന്താണ് സാർക്ക്? സാർക്കിന്റെ പൂർണ്ണ രൂപം എന്താണ്? സാർക്ക് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ എന്നാണ് സാർക്ക് എന്ന സംഘടനയുടെ പൂർണ്ണ രൂപം. എന്താണ്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ. ഇതെന്താണ്? ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ്. എന്തിനാണ് സാർക്ക് രൂപം കൊണ്ടത്? ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവും സാങ്കേതികവുമായ പുരോഗതിക്കും സഹകരണത്തിനും വേണ്ടി രൂപം കൊണ്ടതാണ് സാർക്ക്. ദക്ഷിണ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക, സാമൂഹിക, സാങ്കേതിക, സാംസ്കാരിക പുരോഗതിക്കും അതുപോലെ തന്നെ സഹകരണത്തിനു വേണ്ടി ഫോം ചെയ്തതാണ് സാർക്ക് എന്ന് പറയുന്ന സംഘടന. ഇങ്ങനെ സാർക്ക് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കാം എന്ന ആശയം കൊണ്ടുവന്നത് മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്ന സിയ ഉർ റഹ്മാനാണ്. അപ്പൊ സാർക്ക് എന്ന ആശയം എവിടെ നിന്ന് വന്നു? മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റായ സിയ ഉർ റഹ്മാനിൽ നിന്നാണ് സാർക്ക് എന്ന ആശയം നിലവിൽ വന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആശയപ്രകാരം 1985 ഡിസംബർ 8 സാർക്ക് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുന്നു. 1985 ഡിസംബർ 8 എന്ത് വരുന്നത്? സാർക്ക് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുന്നത് എന്ന് ഓർക്കാം. അങ്ങനെ സാർക്ക് എന്ന് പറയുന്ന സംഘടന നിലവിൽ വരുമ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 7 സാർക്കിലെ അംഗരാജ്യങ്ങൾ 7. ഇപ്പോൾ സാർക്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 8. നിലവിലെ സാർക്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം 8. അതിനു മുമ്പ് ഒരു കാര്യം ഓർക്കേണ്ടത്, 1985 ഡിസംബർ 8 സാർക്ക് രൂപീകരിച്ചു എന്ന് പറഞ്ഞു. ആ ഡിസംബർ 8 എല്ലാ വർഷവും സാർക്ക് അതിന്റെ ചാർട്ടർ ഡേ ആയി ആചരിക്കുന്നു. ഡിസംബർ 8 എല്ലാ വർഷവും സാർക്ക് അതിന്റെ ചാർട്ടർ ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇനി സാർക്കിലെ അംഗരാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അങ്ങനെ 8 രാജ്യങ്ങളാണ് സാർക്കിലെ അംഗങ്ങൾ. ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ് തുടങ്ങിയവയാണ് നമ്മുടെ സാർക്കിലെ 8 അംഗങ്ങൾ. ഈ അംഗങ്ങളിൽ ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ അംഗരാജ്യം മാലിദ്വീപുമാണ്. ഏറ്റവും വലിയ അംഗരാജ്യം ഇന്ത്യയും ഏറ്റവും ചെറിയ അംഗരാജ്യം മാലിദ്വീപുമാണ്. അങ്ങനെ സാർക്ക് രൂപം കൊണ്ടു. 8 അംഗങ്ങളാണ് നിലവിലുള്ളത്. 7 അംഗങ്ങളോടുകൂടി ഫോം ചെയ്തു. അങ്ങനെ സാർക്ക് രൂപം കൊണ്ട 1985 തന്നെ സാർക്കിന്റെ ആദ്യ സമ്മേളനം നടക്കുകയാണ്. സാർക്ക് രൂപം കൊണ്ട 1985 തന്നെ സാർക്കിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നു. നടന്ന വേദി ബംഗ്ലാദേശിലെ ധാക്കയാണ്. സാർക്കിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബംഗ്ലാദേശിലെ ധാക്കയാണ്. സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം അല്ലെങ്കിൽ പെർമനന്റ് സെക്രട്ടേറിയറ്റ് ഓഫ് സാർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിലെ കാഠ്മണ്ഡു ആണ് പറയാം. സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം എവിടെയാണ്? നേപ്പാളിലെ കാഠ്മണ്ഡു ആണ്. ഇനി സാർക്കിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് അഥവാ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. സാർക്കിന്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. സാർക്കിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബംഗ്ലാദേശിലെ ധാക്കയാണ്. സാർക്കിന് ഒരേ ഒരു സമ്മേളനം മാത്രം സാർക്കിന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് സാർക്കിന്റെ സമ്മേളനം നടന്നത് 1986 ബാംഗ്ലൂരിലാണ്. 1986 ബാംഗ്ലൂരിലാണ്. അപ്പൊ 85 ധാക്കയിൽ നടന്നു, 86 ബാംഗ്ലൂരിൽ ഇന്ത്യയിൽ നടന്നു. ഇനി അടുത്തത് പെർമനന്റ് സെക്രട്ടേറിയറ്റ് നമ്മൾ എവിടെയാന്ന് പറഞ്ഞു? കാഠ്മണ്ഡു ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സാർക്കിനൊരു കൾച്ചറൽ ക്യാപിറ്റൽ ഫോം ചെയ്തു പുതിയതായിട്ട്. പെർമനന്റ് സെക്രട്ടേറിയറ്റ് കൂടാതെ സാർക്കിനൊരു സാംസ്കാരിക തലസ്ഥാനം കൂടി ഉണ്ട്. അത് ഭൂട്ടാനിലെ തിമ്പു ആണ്. ഭൂട്ടാനിലെ തിമ്പു സാർക്കിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ്. അങ്ങനെ സാംസ്കാരിക തലസ്ഥാനമായിട്ട് തിമ്പുവിനെ തെരഞ്ഞെടുത്തത് 2018 ഇനി സാർക്ക് രൂപീകരിച്ചപ്പോൾ സാർക്കിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആയിട്ട് സ്ഥാനമേറ്റത് അബ്ദുൾ അഹ്സൻ ആണ്. സാർക്കിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ അബ്ദുൾ അഹ്സൻ എന്ന് പറയുന്ന ആളാണ്. എന്നാൽ സാർക്കിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ ഗോലൻ സർവാർ ആണ്. മിസ്റ്റർ ഗോലൻ സർവാർ അദ്ദേഹമാണ് നിലവിലെ സാർക്കിന്റെ സെക്രട്ടറി ജനറൽ. അപ്പൊ ഇത്രയാണ് സാർക്കിനെ കുറിച്ചും സാർക്കിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും നമുക്ക് പഠിക്കാനുള്ളത്. ക്ലാസ് ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.